ഹായ് ഓൾ, ഇത് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ജിജോ ജോൺസ്, കൺസൾട്ടൻറ്റ് ഓർത്തഡോണ്ടിക്സ് ആൻഡ് ഇൻവിസിലൈൻ പ്രൊവൈഡർ. ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗമ്മി സ്മൈൽ. ഗമ്മി സ്മൈൽ എന്ന് നോർമൽ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, അതൊരു മെഡിക്കൽ ടെർമിനോളജിയാണ്. ഗമ്മി സ്മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പേഷ്യൻസ് ചില സമയത്ത് ക്ലിനിക്കിൽ വരുമ്പോൾ പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ മോണ ഒരുപാട് കാണുന്നുണ്ട്, അത് ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം. നോർമൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 1 മുതൽ 2 മില്ലിമീറ്റർ വരെ മോണ കാണുന്നത്, ചിരിക്കുന്ന സമയത്ത് മോണ കാണുന്നത് വളരെ നോർമലാണ്. അതിൽ കൂടുതൽ മോണ കാണുവാണെങ്കിലാണ് നമ്മൾ ഗമ്മി സ്മൈൽ എന്ന് മെഡിക്കൽ ടെർമിനോളജിയിൽ പറയുന്നത്. ഈ ഗമ്മി സ്മൈൽ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ഇതൊരു പേഷ്യൻറ്റിൻ്റെ പല്ലിൻ്റെ പടമാണ്. ഇതാണ് അവരുടെ നോർമൽ പല്ല്, ഇത് വന്ന് മോണ ഭാഗം. ഗമ്മി സ്മൈൽ ഉണ്ടാവാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നെങ്കിൽ നമ്മുടെ ഈ പല്ലിൻ്റെ ഹൈറ്റ് വളരെ കുറവായിരിക്കുകയാണെങ്കിൽ മോണ ഒരു പക്ഷേ ഈ പല്ലിൻ്റെ മേളിൽ ഒരുപാട് കവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിരിക്കുന്ന സമയത്ത് മോണ ഒരുപാട് കണ്ട് ചിരിക്കുന്ന പോലെ തോന്നാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഈ പല്ലിൻ്റെ ഹൈറ്റ് വളരെയധികം കുറവായിരിക്കും, അല്ലെങ്കിൽ പല്ല് ഒരുപാട് മോണയ്ക്കകത്തായിരിക്കും ഉണ്ടാകുന്നത്. ആ സമയത്തും ചിരിക്കുന്ന സമയത്ത് മോണ ഒരുപാട് കാണുന്നതായിട്ട് തോന്നാൻ പറ്റും. അല്ലെങ്കിൽ ഈ മേളിലുള്ള ഈ താടിയെല്ല് ഇത് വന്നിട്ട് താഴേക്ക് ചരിഞ്ഞിരിക്കുന്ന പേഷ്യൻസിലും വന്നിട്ട് ചിരിക്കുന്ന സമയത്ത് മോണ ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറലി വന്നിട്ട് പേഷ്യൻ്റെ പല്ലിൻ്റെ ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഹൈറ്റിനെ കൂട്ടുന്ന രീതിയിലുള്ള പ്രോസ്തെറ്റിക് റീഹാബിലിറ്റേഷൻ, അതായത് ഒന്നെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള വെനീഴ്സോ അല്ലെങ്കിൽ ക്രൗൺസോ കാര്യങ്ങളോ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട് ഓഫ് മോണ, ജിഞ്ചേവ എന്ന് പറഞ്ഞ പാർട്ട് കുറച്ച് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പല്ലിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതൽ തോന്നിക്കുകയും അപ്പോൾ ചിരിക്കുമ്പോൾ മോണ കാണുന്നത് കുറയുകയും ചെയ്യും. രണ്ടാമത്തെ സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞ പോലെ പേഷ്യൻറ്റിൻ്റെ താടിയെല്ല് കുറച്ച് താഴേക്ക് ചരിഞ്ഞോ അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങിയോ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ചെറിയ മൈൽഡായിട്ടുള്ള കേസും സിവിയർ ആയിട്ടുള്ള കേസും. മൈൽഡായിട്ടുള്ള കേസിൽ നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് 2 മിനി സ്ക്രൂ എന്ന് പറഞ്ഞ 2 സ്ക്രൂ പോലുള്ള സാധനങ്ങൾ പിടിപ്പിച്ചുകൊണ്ട് ഈ പല്ലിനെ ഫുള്ളായിട്ട് മേളിലേക്ക് കയറ്റും. അപ്പം മോണ കാണുന്നത് കുറയും. ചില പേഷ്യൻസിൽ ഈ മേളത്തെ താടിയിൽ വളരെയധികം താഴോട്ട് ചരിഞ്ഞിരിക്കും. അപ്പം നമുക്ക് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ച് മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചില സമയത്ത് നമുക്ക് സർജറിയും കൂടെ ചെയ്തുകൊണ്ട് ഈ മേളത്തെ താടിയലിനെ കുറച്ച് കട്ട് ചെയ്ത് മേളിലേക്ക് കയറ്റി മോണ കാണുന്നത് കുറയ്ക്കേണ്ടി വരും. ഇതൊക്കെയാണ് പൊതുവേ ഗമ്മി സ്മൈലിനുള്ള ട്രീറ്റ്മെൻറ്റും ഗമ്മി സ്മൈൽ ഉണ്ടാകാനുള്ള കാരണങ്ങളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. താങ്ക് യു.